എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു പെരുന്നാൾ വ്ലോഗാണ്. ഞാനിപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. സമയം ഒരു 6:30 ആവാനായി. ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2:30 ആയിട്ടാട്ടോ നമ്മൾ കിടന്നത്. 2 മൈലാഞ്ചി ഇടന്നെയായിരുന്നു. 12 മണിക്കാണ് മൈലാഞ്ചി ഇടൽ തുടങ്ങിയത്. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പൊലിവാണല്ലോ പെരുന്നാളിന് മൈലാഞ്ചി ഇട്ട് നോക്കാനുള്ളത്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അത് ഫുൾ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇട്ടതൊന്നും ഇളകി പോയിട്ടില്ല, അത്രയ്ക്ക് ഇളകി പോയിട്ടില്ല, കണ്ടോ. അപ്പൊ ഇത് ഞാൻ തന്നെ ഇട്ടതാണ്. എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. പിന്നെ ഞാൻ മെഹന്തി ഒക്കെ ഇടും അത്യാവശ്യമൊക്കെ ഇടും. അപ്പോൾ എൻ്റെ മെഹന്തിയുടെ പേജ് ആണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം തുടങ്ങിയ പേജാണ്. അപ്പം എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ബ്രൈഡൽ വർക്ക് ആണെങ്കിലും പാർട്ടി ഹെന്ന വർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ആ പേജിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക. അപ്പം ആ നമ്പറിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുക. സിങ്ങാണ് കയ്യിലിട്ടിട്ടുള്ളത്. ചോക്കായിരിക്കും, എനിക്ക് രാത്രി ഇട്ടോണ്ടെന്നല്ല. അപ്പം നമ്മളൊരു രാത്രി ഇന്നലെ ഒക്കെ ഇട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിന്നെയും ഒരു കളർ വന്ന പോലെ തോന്നും. പക്ഷെ ഇപ്പൊ ഒരു ഓറഞ്ച് കളർ ആയിട്ടുള്ളൂ. കണ്ടത് ഊരിയിട്ട് എങ്ങനെയുണ്ട് നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറേ. ഒന്ന് പോയി കുളിക്കണം. കുളിച്ച് നമുക്ക് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇടണം. അപ്പോൾ ഓക്കെ, നമുക്ക് റെഡി ആയിട്ട് കാണാം. ഹലോ. അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡിന് നമുക്ക് ഉണ്ടായിരുന്നത് പത്തിരിയും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ്. എന്റെ കണ്ണിലാണെങ്കിൽ ഒരു വലിയ കുരു വന്നിട്ടുണ്ട്. കുരു വന്നിട്ട് ഒരു 2-3 ദിവസമായി. ഇത് പോണില്ല. ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞാൽ പോവുന്ന്. പക്ഷെ അത് പോവുണ്ടായിരുന്നില്ല. വീണ്ടും അത് വലുതായി ഇപ്പൊ കുരു മാത്രം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുരു കാരണം എനിക്ക് ഇനി ഫോട്ടോ എടുക്കാൻ പറ്റൂല, ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മടേക്ക് നിന്നൊക്കെ ചീത്തയും കേൾക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. നമുക്ക് വേറൊരു പ്രോഗ്രാം വരുന്നതുകൊണ്ട് അതിനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം മാറ്റാനൊക്കെ പോയിട്ടോ. അപ്പൊ ഉമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പെരുന്നാൾക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ പെരുന്നാളിന് പറയുമ്പോൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് കൂടാറ്. അതായത് ഉപ്പാന്റെ ഏട്ടന് അതേപോലെ അനിയന്മാര്, നമ്മളങ്ങനെ ഫാമിലി ആയിട്ട് മൊത്തത്തിലാണ് കൂടാറ്. അപ്പൊ ഫുഡൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയൊക്കെ നമ്മളെല്ലാരും അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ കഴിക്കാറ്. ഇനിയിപ്പോ അങ്ങോട്ട് പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. പിന്നെ പള്ളിക്ക് പോയ ആൾക്കാരൊക്കെ വരണം. ഇതാണ് കേട്ടോ എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ എന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയൂ. പിന്നെ മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല, കുരു നിൽക്കുന്നുണ്ടല്ലോ. മേക്കപ്പിനേക്കാളും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്റെ കണ്ണത്തെ കുരുവായിരുന്നു. ഞങ്ങൾ മാറ്റിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവര് പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് വന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തോ നാരങ്ങ വെള്ളം എന്തോ കൊടുന്നു തന്നു കേട്ടോ. അത് എനിക്ക് ഇഷ്ടായില്ല. നാരങ്ങ സോഡ എന്തോ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിട്ടോ. ഫുഡിന് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യയാണ്. എന്നും ബിരിയാണി ആണല്ലോ, അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് സദ്യ ഉണ്ടാക്കാം. പിന്നെ ഇവൻ ഫുഡ് വിളമ്പുന്നതിന്റെ ഇടക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ അവനെ വീഡിയോയിൽ എടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഫോണ് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാ പെരുന്നാൾക്കും അധികവും സദ്യ തന്നെയാണ് നമ്മൾ വെക്കാറ്. ചില പെരുന്നാൾക്ക് മാത്രമാണ് ബിരിയാണിയിലോട്ട് മാറാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും സദ്യ തന്നെയാണ് വെക്കാറ്. കാരണം നോമ്പിന്റെ സമയത്ത് നമ്മൾ അധികം ചിക്കനും ബീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ കഴിക്കുന്നത്. അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സദ്യ കഴിച്ചു. പക്ഷെ ഈ സദ്യയുടെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പൊരിച്ചത് തന്നെ ഉണ്ടാവും. അതാണ് സദ്യയുടെ വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ കഴിക്കാൻ സമയമായപ്പോ ഞാനും അവിടെ പോയിട്ടിരുന്നു. എനിക്ക് സദ്യ ഇഷ്ടമാണെങ്കിലും ഈ സദ്യത്തെ കൂട്ടാനൊന്നും ഞാൻ ഫുള്ളായിട്ട് കഴിക്കില്ല, എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം പിന്നെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഇവള് നല്ല മൈലാഞ്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ബിഗ് ബി യൂസ് ചെയ്തിട്ട് കുഞ്ഞൊരു ഡിസൈൻ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ വേഗം ചോക്കുമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു. നമ്മൾ തലേ ദിവസം തന്നെ ഡാൻസും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറെ ടേക്ക് എടുത്തിട്ടാണ് ഒരു റീല് 2 റീലൊക്കെ കിട്ടിയത് കേട്ടോ. പെരുന്നാളിന് നമ്മളെടുത്ത റീലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റീലും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോ നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസ് അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയി. പെരുന്നാളിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങണം, അത് ഒരു ഇതാണല്ലോ. പക്ഷെ എനിക്ക് പുറത്തു പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തു പോയി വന്നിട്ട് ഞാൻ വൈൻഡപ്പ് വീഡിയോ എടുത്തു. ഇത് ഇനിയിപ്പോ ഒന്നും ഇല്ലല്ലോ, നമുക്ക് പെരുന്നാൾ കഴിഞ്ഞു, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴാണ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ആ സമയത്ത് താത്ത വന്നിട്ടുണ്ടായിരുന്നു. താത്ത എന്റെ അടുത്ത് പറഞ്ഞു മൈലാഞ്ചി ഇട്ടരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും മൈലാഞ്ചി ഇടല്ലേ, എന്നാ ബ്രൈഡലിനൊക്കെ ഇട്ടുതരുന്ന പോലെ ഇട്ടേതാ. അപ്പൊ താത്ത ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാലോ.
അതിന്റെ ഇടക്ക് പോയിട്ട് ഞാനും ഒരു പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുള്ള് പടക്കത്തിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മേലക്ക് മറ്റേ പടക്കം പൊട്ടൂലേ, ആ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളല്ല, വേറെ ആൾക്കാരാണ് പൊട്ടിച്ചത്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു വൈൻഡപ്പ് വീഡിയോ എടുത്തല്ലോ, അപ്പൊ ഞാനിത് എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ പെരുന്നാൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഉണ്ടായിട്ട് ജസ്റ്റ് ഫുഡ് കഴിച്ചു, 2-3 ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറ്റി, ഡ്രസ്സിലിട്ട് ആകപ്പാടെ വെയിലും ചൂടും ഒക്കെ ആയിട്ട് നിൽക്കാൻ വയ്യ. വീടിൻ്റെ ഉള്ളിൽ പോലും നമുക്ക് ചൂടാണ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ തയ്ച്ചിട്ടേ എണ്ണുള്ളൂ. ഇനിയിപ്പോൾ എന്താ, മുഖത്തിട്ട് ഇതും കൂടെ വാഷ് ചെയ്തിട്ട് കളയണം, പിന്നീട് കിടത്തും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കത് നിർബന്ധമാണ്. പിന്നെ പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് പോകാൻ നമ്മളിനിപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലത്തെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല പെരുന്നാളാവട്ടെ, പെരുന്നാളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.